إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ ജുമഅയിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മുബാറക്കായ റമദാൻ, അത് നമുക്കറിയാം, അത് ശുദ്ധീകരണത്തിൻ്റെ മാസമാണ്. ജീവിതത്തിൽ സംഭവിച്ചു പോയതായ ചെറുതാവട്ടെ വലുതാവട്ടെ, അറിഞ്ഞുകൊണ്ടാവട്ടെ അറിയാതെയാകട്ടെ, രഹസ്യമായതാവട്ടെ പരസ്യമായതാകട്ടെ, എല്ലാ തിന്മകളിൽ നിന്നും സ്വന്തത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ഒരുപാട് തൗബയുടെ ചരിത്രങ്ങൾ കേട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയായ മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിനും ഒരു തൗബയുടെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ മാഇസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, തുഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങനെ ഒന്ന് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വൈഹക് ഇർജി വസ്തഗ്ഫിറുല്ലാഹ വതുബ് ഇലൈഹി, നീ ഒന്ന് തിരിച്ചു പോവുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നീ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക, അല്ലാഹുവിലേക്ക് നീ തൗബ ചെയ്ത് മടങ്ങുക എന്ന്. പക്ഷേ മാഇസ് റളിയല്ലാഹു തആല അൻഹു അതിന് തയ്യാറാകുന്നില്ല. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം പറയാണ്, തുഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാനമായ മറുപടി വീണ്ടും ആവർത്തിച്ചു. വീണ്ടും മാഇസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. വീണ്ടും അത് തന്നെ മാഇസ് റളിയല്ലാഹു തആല അൻഹു ആവർത്തിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫീമ ഉതഹിറുക, അതുവരെ എന്ത് തിന്മയാണ് ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല. ഒരാളെ വശലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചിട്ടില്ല. എന്നിട്ട് ചോദിച്ചു, ഫീമ ഉതഹിറുക, എന്തിൽ നിന്നാണ് ഞാൻ താങ്കളെ ശുദ്ധീകരിക്കേണ്ടത് എന്ന്. അദ്ദേഹം പറഞ്ഞു, മിനസ്സിന, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് വ്യഭിചാരത്തിൽ ഞാൻ ഏർപ്പെട്ടു പോയിട്ടുണ്ട്, സിന ചെയ്തിട്ടുണ്ട്. സഹാബാക്കളെല്ലാം നോക്കി നിൽക്കുകയാണ്. അവിടെ കൂടിയിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ വന്നുകൊണ്ട് പരസ്യമായി കൊണ്ടാണ് മാഇസ് റളിയല്ലാഹു തആല അൻഹു താൻ ചെയ്ത തിന്മയെ ഏറ്റുപറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, അബിഹി ജുനൂൻ, മാഇസ് റളിയല്ലാഹു തആല അൻഹുവിനെ വല്ല ഭ്രാന്തും സംഭവിച്ചിട്ടുണ്ടോ? സഹാബാക്കൾ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭ്രാന്തിന്റെ ഒരു ലക്ഷണങ്ങളും കാണുന്നില്ല നബിയെ.
വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അശ്ശരിബ ഖംറൻ, അദ്ദേഹം കള്ളു കുടിച്ചിട്ടുണ്ടോ? മത്തിന്റെ അവസ്ഥയിലാണോ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? സഹാബാക്കൾ റളിയല്ലാഹു അൻഹും പറഞ്ഞു, നബിയെ, അങ്ങനെ കള്ളു കുടിച്ചതായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും മായിസിൽ ഞങ്ങൾ കാണുന്നില്ല എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, മായിസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നീ നോക്കിയിട്ടേ ഉണ്ടാവുള്ളൂ, നീ ഒന്ന് തൊട്ടിട്ടേ ഉണ്ടാവുകയുള്ളൂ, നീ ഒന്ന് ചുംബിച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ തിരിച്ചയക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരു ചെറിയ കുട്ടിയെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് മായിസ് റളിയല്ലാഹു തആല അൻഹു വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, തുഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ഒന്ന് പരിശുദ്ധപ്പെടുത്തിയാലും, എന്നെ ഒന്ന് ശുദ്ധീകരിച്ചാലും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അസനൈത, നീ വ്യഭിചരിച്ചു എന്ന് പറയുന്നത് സത്യം തന്നെയാണോ? അദ്ദേഹം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഴി കുഴിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ആ കുഴിയിലേക്ക് വളരെ സന്തോഷവാനായിക്കൊണ്ട് മായിസ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി നിന്നു. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും എല്ലാം അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങേയറ്റത്തെ പ്രയാസമുണ്ടായി. കാരണം ഇസ്ലാമിക ചരിത്രത്തിലെ സിനയുടെ പേരിലുള്ള ആദ്യത്തെ ശിക്ഷാ നടപടിയായിരുന്നു മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞു, 2-3 ദിവസങ്ങൾ കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഫജ്റിന് ശേഷവും സഹാബാക്കൾക്ക് ചെറിയ ചെറിയ രൂപത്തിലുള്ള ഉപദേശങ്ങൾ നൽകുമായിരുന്നു. സുദീർഘമായ പ്രസംഗങ്ങളല്ല, മറിച്ച് ചെറിയ ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുമായിരുന്നു. അത്തരത്തിൽ ഒരു ഫജ്ർ നിസ്കാരത്തിന് ശേഷം തിരിഞ്ഞിരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളുടെ സഹോദരനായ മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇസ്തഗ്ഫിറു ലിമായിസിൻ, മായിസ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി നിങ്ങളൊന്ന് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയാണ്, ലഖദ് താബ തൗബതൻ, ആ മായിസ് റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം ഒരു തൗബ ചെയ്തിട്ടുണ്ട്. ലൗ ഖുസിമത് ബൈന ഉമ്മത്തിൻ ലവസിഅതുഹും, അതൊരു സമൂഹത്തിനെങ്ങാനും വിഭജിച്ച് നൽകുകയാണ് എങ്കിൽ ആ സമൂഹത്തിന് ലകഫത്ഹും, അവർക്ക് മതിയാകുമായിരുന്നു എന്നല്ല പറഞ്ഞത്, ലവസിഅതുഹും, അവർക്കത് വിശാലമായിട്ടുണ്ടാകുമായിരുന്നു. ആ രൂപത്തിൽ താൻ ചെയ്ത തിന്മയെ ഓർത്തുകൊണ്ട് ആ ഉറക്കം നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പറഞ്ഞു, തുഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ശുദ്ധീകരിക്കണം. എന്താണ് പറയുന്നത്? എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് മായിസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അത്രയേറെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കുകയും ആ തിന്മയിൽ നിന്ന് പിന്തിരിയണമെന്നുള്ള, ആ തിന്മയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടണമെന്നുള്ള അങ്ങേയറ്റത്തെ വിചാരവും മായിസ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ അതിന് പ്രേരിപ്പിച്ച ഘടകം? ഏതെങ്കിലും പോലീസുകാർ പിടിച്ചപ്പോ, അതല്ലെങ്കിൽ നാട്ടുകാർ കണ്ടപ്പോ ആ രൂപത്തിൽ പിടിച്ചുകൊണ്ടുവന്നതാണോ? അല്ല. തന്നെ നിരീക്ഷിക്കുന്നവനായ, തന്നെ ഹിസാബ് ചെയ്യുന്ന ഒരു റബ്ബുണ്ട് എന്നും സ്വർഗ നരകങ്ങളിലേക്ക് ആളുകളെ വേർതിരിക്കപ്പെടുന്ന ഒരു ദിവസം എന്നിലേക്ക് കടന്നു വരാനുണ്ട് എന്നുള്ള ഉത്തമമായ ബോധ്യമായിരുന്നു മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്. അതുകൊണ്ടാണ് മായിസ് റളിയല്ലാഹു തആല അൻഹു അവിടെ വന്നുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം അല്ലാഹുവിന്റെ റസൂലേ എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതായി കൊണ്ട് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും എണ്ണിയാലൊടുങ്ങാത്ത തിന്മകൾ നമ്മളും ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പേരിൽ എങ്ങാനും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങേയറ്റം സങ്കടപ്പെടുന്ന, അതല്ലെങ്കിൽ നമ്മുടെ ജോലികളിൽ ശ്രദ്ധ കിട്ടാത്ത ആ രൂപത്തിൽ ഒരു തിന്മ നമ്മുടെ വേട്ടയാടിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സമയത്ത്? പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ തിന്മകളിൽ നിന്നൊക്കെ തിരിച്ചു മടങ്ങാനും അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങാനുമുള്ള ഏറ്റവും വലിയ ഒരു അവസരമായി കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും കാണേണ്ടത്. അതില്ല എങ്കിൽ അതിൻ്റെ നഷ്ടം അത് നമുക്ക് തന്നെയാണ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പുറത്തു തരുന്നതാണ്. അവൻ ഗാഫിറാൻ, അവൻ ഗഫാറാൻ, അവൻ തവ്വാബാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പാപമാവട്ടെ അവൻ പുറത്തു തരിക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത് കാണാം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് പറയാണ്,
നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയവരായ എന്റെ അടിയാറുകളോട് അവരോട് താങ്കൾ പറഞ്ഞു കൊടുക്കുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ തിന്മകളെയും അവൻ പുറത്തു തരുന്നതാണ് എന്ന് നബിയെ അങ്ങന്റെ അടിയാറുകളോട്. എങ്ങനെയുള്ള അടിയാറുകൾ? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ഈമാനുള്ളവർ എന്നല്ല, സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ച് അങ്ങേയറ്റം തിന്മകളിൽ ജീവിക്കുന്ന എന്റെ അടിമകളോട് അങ്ങ് പറഞ്ഞു കൊടുക്കുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ടും നിങ്ങൾ നിരാശരാകരുതേ. മറിച്ച് എത്ര വലിയ തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചാലും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ഖേദിച്ചു മടങ്ങുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ലാഭം അത് നമുക്ക് തന്നെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, റമദാനിൻ്റെ അവസാനത്തെ ജുമുഅയിലാണ് നമ്മൾ ഓരോരുത്തരും. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ റമദാൻ നമ്മോട് വിട പറയുന്ന സമയത്ത് ഒരു തൗബയെങ്കിലും ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിക്കൊണ്ട് ഈ റമദാനിനോട് വിട പറയാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഇത്രയും ദിവസം എന്ത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഇത്രയും ദിവസം എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. മാത്രമല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലും നമുക്ക് കാണുവാൻ സാധിക്കും, പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാനം പരിഗണിച്ചുകൊണ്ടാണ്. പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഖവാത്തിമുകൾ പരിഗണിച്ചുകൊണ്ടാണ് എന്ന്. അതുകൊണ്ട് നമ്മുടെ റമദാനിൻ്റെ അവസാനങ്ങൾ ഏറ്റവും നല്ല രൂപത്തിലാകട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കുക. പ്രിയപ്പെട്ടവരെ, മായിസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം അവിടം കൊണ്ട് തീരുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഏതാനും ചില ദിവസങ്ങളും കൂടി കടന്നു കഴിഞ്ഞപ്പോൾ ഗാമിദിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരും. അവിടുന്ന് വീണ്ടും ആ സ്ത്രീയും പറഞ്ഞു, തുഹിർനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, എന്നെയും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, മായിസെ, ആരുമായാണ് നീ വ്യഭിചരിച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചിട്ടില്ല ആരുമായാണ് വ്യഭിചാരം നടത്തിയത് എന്ന്. അവരെയും കൂടി കല്ലെറിഞ്ഞ് കൊല്ലണം എന്നല്ല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ സ്ത്രീ വന്നുകൊണ്ട് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, എന്നെ ശുദ്ധീകരിക്കണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മായിസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞ അതേ മറുപടി പറഞ്ഞു, നീ തിരിച്ചു പോവുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചു കൊള്ളുക, നീ തൗബ ചെയ്തു കൊള്ളുക. ആ സ്ത്രീ അവിടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന ചില വാചകങ്ങൾ കാണാം. അറാക തുരീദു അൻ തുറദ്ദിദനി കമാ റദ്ദത മാഇസ് ഇബ്നു മാലിക്, മാഇസ് ഇബ്നു മാലിക്കിനെ തിരിച്ചയച്ചതുപോലെ എന്നെയും തിരിച്ചയക്കാമെന്നാണോ നബിയെ അങ്ങ് വിചാരിക്കുന്നത്? വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ നീ തിരിച്ചു പോവുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചു കൊള്ളുക, നീ തൗബ ചെയ്തു കൊള്ളുക. ആ രൂപത്തിൽ 3 തവണ വീണ്ടും ആവർത്തിച്ചു. ആ സ്ത്രീ അത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ തിരിച്ചയച്ചതുപോലെ എന്നെയും തിരിച്ചയക്കാമെന്നാണോ നബി അങ്ങ് വിചാരിക്കുന്നത്? ഇന്നഹാ ലഹുബ്ല, ഞാനിതാ ഗർഭിണിയാണ്, സിനായിൽ നിന്നുള്ള ഗർഭവുമായി കൊണ്ടാണ് നബിയെ ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ തിരിച്ചു പോയിക്കൊള്ളുക, നിന്റെ കുഞ്ഞ് യാതൊന്നും ചെയ്തിട്ടില്ല, നീ തിരിച്ചു പോയിക്കൊള്ളുക, പ്രസവം കഴിഞ്ഞു വരിക. ആ സ്ത്രീ തിരിച്ചുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് പ്രസവവും കഴിഞ്ഞ് തൻ്റെ കൈക്കുഞ്ഞുമായി ആ സ്ത്രീ വീണ്ടും കടന്നു വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ കൈക്കുഞ്ഞാണ് നിന്റെ കയ്യിലിരിക്കുന്നത്, അതിന് പാല് കൊടുക്കാൻ മറ്റൊരാളും തന്നെ ഇല്ല, അതുകൊണ്ട് അതും കഴിഞ്ഞിട്ട് വേണം നീ ഇങ്ങോട്ട് വരാൻ. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കാണാൻ ആഗ്രഹിക്കാത്ത, ആ കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് സ്ത്രീയാണ് ഉണ്ടായിരിക്കുക? അതൊന്നുമല്ല അവർ പരിഗണിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവൻ്റെ തൃപ്തിയും പൊരുത്തവുമാണ് അവർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യമായി കണ്ടത്. വീണ്ടും ആ സ്ത്രീ മടങ്ങിപ്പോവുകയാണ്. വീണ്ടും 2 വർഷത്തിന് ശേഷം 24 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ആ സ്ത്രീ കടന്നു വരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. വരുന്ന സമയത്ത് ആ കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണവും കൊടുത്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് വരുന്നത്. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഇത് നോക്കുക, ഇന്ന് എൻ്റെ കുട്ടി സ്വന്തമായി ഭക്ഷണം കഴിക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് താങ്കൾ ശിക്ഷ നടപ്പിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ യാതൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല.
എത്ര വർഷമാണ്? 32 മാസങ്ങൾക്കപ്പുറവും താൻ ചെയ്തതായ ഒരു തിന്മയുടെ പേരിൽ അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിച്ചു എന്നുണ്ടെങ്കിൽ എത്ര വലിയ തൗബയായിരിക്കും ആ സ്ത്രീ ചെയ്തിട്ടുണ്ടാവുക. അങ്ങേയറ്റത്തെ കുറ്റബോധം ആ സ്ത്രീയെ വേട്ടയാടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ മറ്റൊരാളെ ഏൽപ്പിച്ച് ആ സ്ത്രീയെയും കുഴിയിലേക്ക് ഇറക്കി നിർത്തി അവിടെ കല്ലെറിഞ്ഞ് ആ ശിക്ഷ നടപ്പിൽ വരുത്തുകയും അവരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള ശിക്ഷ നടപ്പിൽ വരുത്താതിരിക്കാൻ അങ്ങേയറ്റം ശ്രമിച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഞാൻ നാളെ കുടുങ്ങുമെന്നുള്ള ബോധമുള്ള ഒരു സമൂഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ അവർ സ്വന്തം നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരികയും എന്നിട്ട് ആ ശിക്ഷ ഏറ്റുവാങ്ങുകയുമാണ് ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാം, ഒരു കുട്ടി ഉണ്ടായി 2 വയസ്സോളം ആ കുട്ടിയുടെ കൂടെ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ വീണ്ടും ആ കുട്ടിയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഏത് മാതാവാണ് ഉണ്ടാവുക? നമ്മളൊക്കെ അറിയാം, നമുക്കൊക്കെ 2, 3, 4 വയസ്സൊക്കെ ഉള്ള മക്കളുള്ളവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അവരുടെയൊക്കെ മക്കളുടെ കൂടെ ജീവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. എന്നാൽ അവർ അതിനേക്കാളേറെ മുന്തിച്ചു കൊടുത്തത് അവരുടെ ദീനിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയെയും ഒക്കെയാണ്. അതുകൊണ്ട് അവർ ആ ശിക്ഷ വാങ്ങുക എന്നുള്ളത് അവർക്ക് പ്രയാസമായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ നമ്മൾ ആത്മാർത്ഥമായി തൗബ ചെയ്യാനുള്ള ഒരു അവസരമായി നമ്മൾ കാണേണ്ടതുണ്ട്. അതല്ല എങ്കിൽ അതിൻ്റെ നഷ്ടം അത് നമുക്ക് മാത്രമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകം ആളുകളെ വിളിച്ചു കൂട്ടുകയോ അതിന് മജ്‌ലിസ് ഉണ്ടാക്കുകയോ അതിന് ദുആ സമ്മേളനങ്ങൾ നടത്തുകയോ അതിന് പാടത്ത് പോയി അലമുറയിട്ട് കരയുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുകൾ പ്രാർത്ഥിക്കുകയും അതിന് നമ്മൾ ആമീൻ പറയുകയും അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ മനസ്സിന്റെ ആത്മാർത്ഥമായ ഖേദം അത് തന്നെയാണ് തൗബ. ഇനി അതിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്നുള്ള ആത്മാർത്ഥമായ വിചാരം അത് തന്നെയാണ് തൗബ. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയതായ തിന്മകൾ ഓരോന്നായിക്കൊണ്ട് എടുത്തു പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ ഈ റമദാൻ നമുക്ക് ഉപകാരപ്പെടും. അതല്ല എങ്കിൽ ഈ റമദാൻ കൊണ്ട് നമുക്ക് നന്നാവാൻ സാധിക്കുന്നില്ല എങ്കിൽ സലഫുകൾ പറഞ്ഞതുപോലെ റമദാൻ വന്നിട്ടും നന്നാവാത്തവൻ പിന്നെ എപ്പോഴാണ് നന്നാവാൻ കാത്തിരിക്കുന്നത്? പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഈ റമദാൻ നമ്മൾ ഉപയോഗിക്കുക, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാമുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നമുക്കറിയാം, റമദാനിൻ്റെ അവസാനത്തിലാണ് നമ്മളുള്ളത്. പരിശുദ്ധമായ റമദാനിൽ വന്നുപോയ വീഴ്ചകൾക്ക്, നമ്മുടെ നോമ്പിൽ വന്നുപോയതായ വീഴ്ചകൾക്ക് പരിഹാരം എന്നോണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ഒരു അമലാണ് സകാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും അത് നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട്. അവൻ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ. സകാത്തുൽ ഫിത്ർ കൊടുക്കുന്ന വ്യക്തി അവൻ ഈദിൻ്റെ മുസല്ലയിലേക്ക് വരുന്നതിന് മുമ്പായി കൊണ്ട് നിസ്കാരത്തിന് മുമ്പായി കൊണ്ട് എന്ത് ചെയ്യണം? അത് ആരെയാണോ ഏൽപ്പിക്കേണ്ടത് അവരെ ഏൽപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്ദാഹ ഖബ്ല സ്വലാ ഫഹിയ സകാത്തുൽ മഖ്ബൂല. ആരെങ്കിലും അത് നിസ്കാരത്തിന് മുമ്പ് ചെയ്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുന്ന സകാത്താണ്. ഒമൻ അദ്ദാഹ ബഅദ സ്വലാ ഫഹിയ സദഖത്തുൻ മിനസ് സദഖാത്ത്. അതിന് ശേഷമാണ് ഒരാൾ നിർവഹിക്കുന്നത് എങ്കിൽ സ്വതക്കകളിൽപ്പെട്ട ഒരു സ്വതക്ക മാത്രമായി കൊണ്ടായിരിക്കും ആ സകാത്തുൽ ഫിത്ർ പരിഗണിക്കപ്പെടുക. ഇനി ഒരാൾക്ക് 1-2 ദിവസം മുമ്പ് എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ, ഹാജത്തുണ്ട് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അത് കൊടുക്കാം എന്നുള്ളതിനും എന്തുണ്ട്? ഇളവുണ്ട്. അതുപോലെ തന്നെ റമദാനിൽ അവസാനത്തെ മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പ് മഗ്‌രിബിന് മുമ്പായിക്കൊണ്ട് ജനിച്ചതായ എല്ലാ ആളുകൾക്കും എന്തുണ്ട്? പിന്നെ സകാത്തുൽ ഫിത്ർ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ പണമായി നൽകാൻ നമുക്ക് അനുവാദമുള്ള ഒന്നല്ല സകാത്തുൽ ഫിത്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പള്ളിയിലേക്ക് പൈസ കൊടുക്കുന്നത് തെറ്റാണ് എന്നല്ല. പള്ളിയിലേക്ക് പൈസ കൊടുത്തിട്ട് അവർ പിന്നെ അത് വാങ്ങി അരി വാങ്ങി അങ്ങനെ വിതരണം ചെയ്യുകയാണ് എങ്കിൽ അവിടെ നമുക്ക് പണം ഏൽപ്പിക്കാം. അതല്ലാതെ പണം കിട്ടിയ അവർക്ക് ഒന്നും കൂടെ ഉപകാരമാകും എന്ന് കരുതിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സകാത്തുൽ ഫിത്റിന് പകരമായി കൊണ്ട് പണം നൽകുക എന്നുള്ളത് പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എത്രയാണ് നൽകേണ്ടത് എന്ന് ചോദിച്ചാൽ
ഏകദേശം പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 200 തൊട്ട് 3 വരെയുള്ള അഭിപ്രായങ്ങൾ അതിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും നല്ലത് 2.5 കിലോ ഒരാൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഏറ്റവും അങ്ങേയറ്റം സൂക്ഷ്മത കാണിക്കണം എന്നുള്ളവർ എന്ത് ചെയ്യുക, 3 കിലോ വാങ്ങിയിട്ട് ആർക്കാണോ അതിൻ്റെ അവകാശികളായ ആളുകളുണ്ട് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, അത് കൊടുക്കുക. ഖനിയായ സമ്പന്നരായ ആളുകൾക്ക് അത് കൊടുക്കാൻ പാടില്ല. മിസ്കീനും ഫക്കീറുമായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, നമ്മൾ സക്കാത്തുൽ ഫിത്ർ നമ്മൾ നൽകുക. അതാണ് അതിൻ്റെ രൂപം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.